വീട്ടിൽ വാഹനമുള്ളവർക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കില്ലേ? ആർക്കൊക്കെയാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്, എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നൊക്കെ പലരും സംശയം ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനെക്കുറിച്ചാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ അനുവദിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അത് പാലിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷിക്കുന്നവരുടെ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയും അത് അനുവദിക്കുകയും ചെയ്യുകയുള്ളൂ. അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഭൗതിക സാഹചര്യങ്ങളുടെ പരിശോധന എന്നുള്ളത്. ഇതിലാണ് പലർക്കും സംശയമുള്ളത്. അതുകൊണ്ടാണ് പലരും വീട്ടിൽ വാഹനമുണ്ടെങ്കിൽ പെൻഷൻ ലഭിക്കില്ലേ, അല്ലെങ്കിൽ വീട്ടിൽ AC ഉണ്ടെങ്കിൽ പെൻഷൻ ലഭിക്കില്ലേ എന്നുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുന്നത്. ഈ ഭൗതിക സാഹചര്യങ്ങളുടെ പരിശോധന എന്ന് പറയുന്നത് ഈ പെൻഷൻ അപേക്ഷിക്കുന്നയാളുടെ ജീവിത സാഹചര്യങ്ങളും ജീവിത നിലവാരവും പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആർക്കൊക്കെയാണ് ക്ഷേമ പെൻഷൻ നൽകുന്നത്? മറ്റു വരുമാന മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ആളുകൾക്ക് മാത്രമേ ക്ഷേമ പെൻഷൻ ലഭിക്കുള്ളൂ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം 1 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള ആളുകൾക്കാണ് ക്ഷേമ പെൻഷൻ അനുവദിക്കുന്നത്. കൂടാതെ ഇൻകം ടാക്സ് അടയ്ക്കാത്ത ആളുകൾ, ഫാമിലി പെൻഷനോ മറ്റ് സർവീസ് പെൻഷനുകളോ ലഭിക്കാത്ത ആളുകൾ, അതേപോലെ അപേക്ഷിക്കുന്നയാളുടെ പേരിലോ അവരുടെ കുടുംബത്തിന്റെ പേരിലോ 2.5 ഏക്കറിൽ കൂടുതൽ സ്ഥലമില്ലാത്ത ആളുകൾ തുടങ്ങിയവർക്ക് മാത്രമേ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾക്ക് അപേക്ഷിക്കുന്നതിനുള്ള അർഹതയുള്ളൂ. പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഈ പറഞ്ഞ മാനദണ്ഡങ്ങളിൽ ഇളവ് ലഭിക്കുന്നതാണ്. മറ്റു വിഭാഗങ്ങളാണ് ഈ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത്. അതേപോലെ 1000 cc കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റി ഉള്ള ടാക്സി അല്ലാത്തതായിട്ടുള്ള വാഹനങ്ങൾ സ്വന്തം പേരിലുള്ളവർക്ക് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ അനുവദിക്കുന്നതല്ല. ഇത്തരത്തിലുള്ള ആളുകളെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അപേക്ഷിക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും വിരമിച്ച് അതിന്റെ പെൻഷൻ കൈപ്പറ്റുന്നവരെയും ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അനുവദിക്കുന്നതല്ല. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്, ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ അർഹതയില്ലാത്തത് എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ രേഖാമൂലം പരിശോധിച്ച് ഉറപ്പുവരുത്താൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷന് അപേക്ഷിക്കുന്നയാളുടെ ഭൗതിക സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കണമെന്ന് സർക്കാർ പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ രേഖാമൂലം പരിശോധിച്ചാൽ ഉറപ്പുവരുത്താൻ സാധിക്കുമെങ്കിലും ഭൗതിക സാഹചര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അപേക്ഷിക്കുന്നയാളുടെ വീട്ടിൽ നേരിട്ട് ചെന്ന് പരിശോധന നടത്തിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ക്ഷേമ പെൻഷൻ അപേക്ഷിക്കുന്നവരുടെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി അവരുടെ വീട്ടിൽ നേരിട്ട് ചെല്ലുന്ന സമയം അവരുടെ ആഡംബര ജീവിതം കണ്ടു കഴിഞ്ഞാൽ പലർക്കും ക്ഷേമ പെൻഷൻ അനുവദിക്കാറില്ല. രേഖാമൂലം ചിലപ്പോൾ അവർക്ക് 1 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനവും അവരുടെ സ്വന്തം പേരിൽ 2.5 ഏക്കറിൽ കൂടുതൽ സ്ഥലമോ ഒന്നും കാണില്ല. എന്നാൽ അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിക്കുന്ന സമയം അവർക്ക് മെച്ചപ്പെട്ട ജീവിത രീതിയും ആഡംബര ജീവിതവും ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ക്ഷേമ പെൻഷൻ അനുവദിക്കുന്നതല്ല. ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിച്ച് ആഡംബര ജീവിതം നയിക്കുന്നവരെ കണ്ടെത്തി അവരെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ നിന്നും ഒഴിവാക്കണമെന്ന് സർക്കാർ പ്രത്യേകമായി കർശനമായി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ പ്രത്യേക നിർദ്ദേശം എന്ന് പറയുന്നത് ധനകാര്യ വകുപ്പിന്റെ 18/1/2019 ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ SFC സെൽഫ് ബിയിൽ നിന്നുള്ള നിർദ്ദേശമാണ്. അത് സർക്കുലർ ആയിട്ടാണ് കൊടുത്തത്. 90/2019 എന്നുള്ളതാണ് ആ സർക്കുലറിന്റെ നമ്പർ. ആ സർക്കുലർ പ്രകാരം ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിക്കുന്ന സമയം 2000 സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള ആധുനിക രീതിയിൽ പണി കഴിപ്പിച്ച കോൺക്രീറ്റ് വീടുകൾ ഉള്ളവരെ ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ നിന്നും ഒഴിവാക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി പോകുന്നത് ആരാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്തിലെയോ മുനിസിപ്പാലിറ്റിയിലെയോ കോർപ്പറേഷനിലെയോ റവന്യൂ ഉദ്യോഗസ്ഥനോ ഹെൽത്ത് ഇൻസ്പെക്ടറോ തുടങ്ങിയവരിൽ നിന്നും സെക്രട്ടറി ചുമതലപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിരിക്കും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അപേക്ഷിക്കുന്നയാളുടെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി നേരിട്ട് പോകുന്നത്. അങ്ങനെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിക്കാൻ വരുന്ന വ്യക്തിയുടെ കയ്യിൽ നിങ്ങൾ നൽകിയ അപേക്ഷയുണ്ടാവും.
ആ അപേക്ഷയിലെ മറ്റ് മാനദണ്ഡങ്ങളെല്ലാം തന്നെ നിങ്ങൾ പാലിച്ചിരിക്കാം. എന്നിരുന്നാലും നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന് അപേക്ഷിക്കുന്നവരുടെ എല്ലാം വീടുകളിൽ നേരിട്ടെത്തി പരിശോധനയുണ്ടാവും. പക്ഷേ ഇതൊന്നും കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പലരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ചും ശുപാർശയ്ക്കനുസരിച്ചുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായി പറയുന്നില്ല. നിയമപരമായി നോക്കിയാൽ ഈ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് അപേക്ഷിക്കുന്നവർക്ക് മാത്രമേ ക്ഷേമ പെൻഷൻ നൽകുകയുള്ളൂ. നിയമപരമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ മാനദണ്ഡങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അർഹതപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷനുകൾ അനുവദിക്കാൻ സാധിക്കുകയുള്ളൂ. ക്ഷേമ പെൻഷൻ വാങ്ങിക്കാൻ അർഹതയില്ലാത്ത പലരും ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ലിസ്റ്റിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടി സർക്കാർ പല പരിശോധനകൾ നടത്തുകയും പലരെയും ഇതിൽ നിന്നും പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ആ പരിശോധനകൾ നിർത്തിവെക്കുകയും അത് പല വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഒരു രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ടാണെന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. കാരണം നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ ഇരുനില കെട്ടിടവും നല്ല സമ്പാദ്യവും ഒക്കെയുള്ള ആളുകൾ വരെ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവരിൽ ഉണ്ടാവും. ശരിക്കും 2000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വിസ്തീർണമുള്ള കോൺക്രീറ്റ് വീടുകൾ ഉള്ളവർക്ക് ക്ഷേമ പെൻഷൻ അനുവദിക്കില്ല എന്നുള്ളതാണ് നിയമം. എന്നാൽ ഇതിൽ കൂടുതൽ വലിപ്പമുള്ള വീടുകൾ ഉള്ളവരും സ്വന്തം പേരിൽ കുറെ സ്വത്തുക്കൾ ഉള്ളവരും മക്കൾ വിദേശത്ത് ജോലിയുള്ളവരും ഒക്കെയായിട്ട് ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന പല ആളുകളും നമുക്ക് ചുറ്റുപാടും തന്നെ ഉണ്ട്. അപ്പോൾ 2000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വലിപ്പമുള്ള കോൺക്രീറ്റ് ചെയ്ത വീടുകൾ ഉള്ളവരെയും 1000 cc കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ടാക്സി അല്ലാത്തതായിട്ടുള്ള വാഹനം ഉള്ളവരെയും ഒക്കെ ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് ഭൗതിക സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട പുതിയതായി വന്ന മാനദണ്ഡങ്ങളിൽ പറയുന്നത്. അതേപോലെ വിവാഹിതരായിട്ടുള്ള മക്കളുടെ വരുമാനം കണക്കാക്കേണ്ടതില്ലെന്ന് ഈ മാനദണ്ഡങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിന് അർഹരായിട്ടുള്ളവരെ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള ആളുകളും ഫാമിലി പെൻഷനോ മറ്റ് സർവീസ് പെൻഷനുകളോ ഒന്നും ലഭിക്കാത്ത ആളുകളും അതേപോലെ സ്വന്തം പേരിലോ കുടുംബത്തിന്റെ പേരിലോ 2.5 ഏക്കറിൽ കൂടുതൽ സ്ഥലമില്ലാത്ത ആളുകൾക്കും തുടങ്ങിയവർക്ക് മാത്രമേ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിനുള്ള അർഹതയുള്ളൂ. ഇതോടൊപ്പം തന്നെ ഭൗതിക സാഹചര്യങ്ങൾ കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ക്ഷേമ പെൻഷൻ അനുവദിക്കുകയുള്ളൂ. ഭൗതിക സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് 2000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വലിപ്പമുള്ള കോൺക്രീറ്റ് ചെയ്ത ആധുനിക രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള വീടുകൾ ഉള്ള ആളുകളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ 1000 cc കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ടാക്സി അല്ലാത്തതായിട്ടുള്ള വാഹനങ്ങൾ ഉള്ളവരെയും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആഡംബര ജീവിതവും മെച്ചപ്പെട്ട ജീവിത രീതിയും ഉള്ളവർക്ക് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ അനുവദിക്കില്ല. അപ്പോൾ ആർക്കൊക്കെയാണ് ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നത് എന്നും ആർക്കൊക്കെയാണ് ലഭിക്കാത്തത് എന്നും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.